ഹൈ ഗേസ്, വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് റഷ്യയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല ജോബുകളും ഇന്ന് റഷ്യയിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ഓഫേഴ്സ് റഷ്യയിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ജോലിയൊക്കെയാണ് ഇപ്പോൾ റഷ്യയിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈ ഗൈസ്, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അതായത് റഷ്യയിൽ വന്നിട്ടുള്ള കുറച്ച് ജോലികളാണ്. അതായത് ഇന്ന് ഫസ്റ്റ് ആയിട്ട് വന്നത് നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതായത് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് ഒരു 50ഓളം ആളുകളെ നമുക്ക് ഇപ്പം റഷ്യയിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ക്വാളിഫിക്കേഷനോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. 10th ക്ലാസ് ഫെയിലായ ആൾക്കാർക്ക് പോലും ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതായത് റെസ്റ്റോറൻറ്റുകളിൽ ജോബ്, അതായത് വെയിറ്ററായിട്ട്, ക്ലീനറായിട്ട്, ഷെഫായിട്ട് അങ്ങനെയുള്ള ജോബുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ പുതിയതായിട്ട് നിലവിൽ റഷ്യയിൽ വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ വന്നിട്ടുള്ളത്, അതായത് ഈ ടൈലർ ജോബ് ഞാൻ പറഞ്ഞില്ല, ടൈലർമാർക്കുള്ള ഒരുപാട് വേക്കൻസി ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈലർ ജോബും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പം പുതിയതായി നേരത്തെ വേക്കൻസി ഉണ്ടായിരുന്നു, അത് അത് ഫുൾ ഫില്ലായ കാരണം അത് ക്ലോസ് ആയിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ടൈലർമാർക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. നാലാമത്തെ ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ജോബാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ജോബാണ്. അതായത് റഷ്യയിൽ വന്നിട്ടുള്ളത് പാക്കിംഗ് ആണ്. അതായത് എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ജോബാണ്, റഷ്യയിൽ പാക്കിംഗ് ജോബ് ഉണ്ടോ ബ്രോ, എങ്ങനെയാണ് റഷ്യയിൽ പാക്കിംഗ് ജോബുകൾ ചെയ്യാൻ പറ്റും, റഷ്യയിൽ പാക്കിംഗ് ജോബ് അവൈലബിൾ ആണോ എന്നൊക്കെ ഉള്ളത്. കാരണം വെച്ചാൽ ഈ ജോബ്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫാക്ടറികൾ, അതായത് വലിയ ചിക്കൻ ഫാക്ടറികളിലൊക്കെ ജോബ് വന്നിട്ടുണ്ട്. അതായത് ചിക്കൻ കട്ടിങ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ആണ്. ചിക്കൻ്റെ ഓരോ പ്രോസസ്സിങ് മെഷീൻസിൽ ചിക്കൻ ഇട്ട് അതിൻ്റെ പീലിങ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ കട്ടിങ് ചെയ്ത് അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ ഡെലിവറി ജോബ് ഞാൻ പറയണ്ടല്ലോ, ഡെലിവറി ജോബ് ഒരുപാട് വേക്കൻസി അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല ഓഫേഴ്സ് റഷ്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഡെലിവറി ജോബ് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വന്നിട്ട് നിങ്ങൾ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഈ മറ്റു ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് മെഷീൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള ജോബുകൾ, അങ്ങനെയുള്ള ഒരുപാട് ജോബുകൾ ഇപ്പോൾ റഷ്യയിൽ അവൈലബിൾ ആണ്. പല ജോബുകളുടെ അതിൻ്റെ ആ ഒരു സാധ്യതകളും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ജോബ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു പല ജോബുകളും, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഡെലിവറി അല്ലാത്ത പല ജോബുകളും കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനി തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ അതിൽ ഫുഡും നിങ്ങൾക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതായത് കമ്പനീൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഈ ജോബിൽ ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് സാലറി വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഒരു 75 മുതൽ ഒരു 1 lakhന്റെ അടുത്ത് വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ജോബുകളാണ് ഇപ്പം കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഈ ഒരു ജോബുകൾ, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള കുറച്ച് ജോബുകൾ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഈ ഒരു പല ജോബുകളും, അതായത് കമ്പനിയായിട്ട് ത്രൂ ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്നിട്ടൊരു സംഭവമുണ്ട്. അതായത് റഷ്യൻ ഗവൺമെന്റിന്റെ അലോഡ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രിഗുലേഷൻ, അതായത് ആ ഒരു ഡോക്യുമെന്റ്സ്, സ്പ്രാവ്ക, അതായത് സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റു ഫർദർ പ്രോസസ്സിംഗിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു ഇയറിൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻവിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റൂ, വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള പല പ്രോസസ്സിംഗും കാര്യങ്ങളും ഉള്ളത് കാരണം ഇത് കുറച്ച് വെയിറ്റിംഗ് പ്രോസസ്സിംഗ് ആണ്. അതായത് നമുക്കൊരു 3 മാസത്തോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ജോബൊക്കെ നമുക്കതിൻ്റെ ഓരോ പ്രോസസ്സിംഗ് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിരുന്നാലും ഒരു നല്ലൊരു ഹാപ്പി ന്യൂസാണ്, അതിപ്പം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റഷ്യയിൽ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നില്ല, ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബുകളിലേക്ക് നിങ്ങൾക്ക് വേക്കൻസി അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, കൂടുതൽ ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇമെയിലായാലും മെയിലായാലും നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാം. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം എൻ്റെ വീഡിയോസിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വളരെ വളരെ
കംഫോർട്ടബിൾ ആയിട്ടുള്ള ജോബായിരിക്കും, നിങ്ങൾക്ക് വളരെ സ്റ്റാൻഡേർഡ് ജോബായിരിക്കും. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അത്യാവശ്യം കാരണം പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ വന്നിട്ട് ജോബ് കണ്ടെത്താൻ പറ്റുന്നില്ല, നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പല വീഡിയോസും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർക്ക് ജോബ് കിട്ടാത്തത് കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾ വരുന്നതിന് മുമ്പിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇയറൻ, അതുപോലെ തന്നെ പ്രിഗ്ലഷേനിയ, അതായത് ഇൻവിറ്റേഷൻ, അതുപോലെ തന്നെ ദഗബൂർ എന്ന് പറയും. ദഗബൂർ എന്ന് പറഞ്ഞാൽ വർക്ക് കോൺട്രാക്ട് പേപ്പർ, വർക്ക് പെർമിറ്റ്, അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റഷ്യയിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വാസവും കാര്യങ്ങളോ ഒന്നും വരത്തില്ല. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് വരാം. അല്ലാതെ നിങ്ങളെ ആരെങ്കിലും പറ്റിക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ, അതായത് വർക്ക് പെർമിറ്റ് എന്ന പേരിൽ പല തട്ടിപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് നമുക്ക് വേണം. ഒരു വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ ഇങ്ങനെ അടിച്ചിറക്കി ഇങ്ങനെ വായോട് പറയുന്നത് പോലെയല്ല. അതിനുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു വർക്ക് പെർമിറ്റ് അടിച്ച് കിട്ടുന്നത്. ഈ വർക്ക് പെർമിറ്റിന് ഈ സ്റ്റെപ്പുകളൊക്കെ ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും, കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പല ആൾക്കാരുടെയും, അതായത് വർക്ക് പെർമിറ്റിൻ്റെ കോൺട്രാക്ട് പേപ്പർ, വർക്ക് ഇൻവിറ്റേഷൻ, അതുപോലെ തന്നെ സബ്മിഷൻ പേപ്പർ, അതുപോലെ തന്നെ ഇയറൻ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ അത് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് അത് ഫുൾ റഷ്യൻ ലാംഗ്വേജിലായിരിക്കും. പക്ഷെ അത് കാരണം അത് പേഴ്സണൽ ഡാറ്റ എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ എങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ആണെന്നുള്ളത് കാണിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, റഷ്യയിലെ വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ എൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളൊന്നും പഠിക്കേണ്ട. ഞാൻ എന്നെ വിളിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും എന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നോ പ്രോബ്ലം, നോ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് പക്ക ജെന്യൂനായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് റഷ്യയിലേക്ക് വരാം. പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം റഷ്യയിൽ. അപ്പം എന്നിരുന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നല്ല വീഡിയോവുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.